നമസ്കാരം. ഇന്നത്തെ കോക്ടെയിൽ തുടങ്ങുകയാണ്. ഏവർക്കും സ്വാഗതം. അല്ല, ഇക്കണ്ട രാജ്യം മുഴുവൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറി ഇന്ത്യ മുഴുവൻ ഭരിക്കാൻ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് BJP-ക്കാർക്ക് ഈ കൊച്ചു കേരളത്തിൽ കാലുകുത്താൻ പറ്റാത്തത്? അത് മലയാളികൾ വിദ്യാഭ്യാസവും വിവരവും ഉള്ളവരാണ് എന്ന ഉത്തരം അവിടെ നിൽക്കട്ടെ. അതല്ല യഥാർത്ഥ പ്രശ്നം. യഥാർത്ഥ പ്രശ്നം ഇവിടുത്തെ BJP-യിലുള്ളത് മുഴുവൻ നല്ല അസല് നേതാക്കളാണ് എന്നതാണ്. മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരൊറ്റ നേതാവെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ BJP-ക്ക് കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാമായിരുന്നു. ആരെയാ വിശ്വസിക്കേണ്ടത്? ദിവസത്തിൽ 3 തവണയെങ്കിലും നിലപാട് മാറ്റുന്ന ഒരു പ്രസിഡന്റിനെയോ? ഒരു സമരം ചെയ്യാൻ പോലും നേരാമണ്ണം അറിയില്ല. വൈകിട്ട് വരെ വെള്ളം കോരിയിട്ട് സന്ധ്യയാകുമ്പോൾ കലമിട്ടുടയ്ക്കും. ഇപ്പോൾ 18 അടവും പയറ്റി നടത്തിയ ശബരിമല സമരവും സ്വാഹ ആയിരിക്കുന്നു. BJP ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയാണെന്നാണ് അണിയറ സംസാരം. പക്ഷേ പാർട്ടി പ്രസിഡന്റ് അത് സമ്മതിച്ചു തരില്ല എന്ന് മാത്രം. BJP സമരത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന വാർത്ത തെറ്റാണ്. ഹിന്ദു സംഘടനകളും സന്യാസിമാരും ചേർന്നുള്ള ആ കർമ്മസമിതിയാണ് ശബരിമല സമരം ഏറ്റെടുത്ത് നടത്തുന്നത്. ഭാരതീയ ജനതാ പാർട്ടി അതിനെ പിന്താങ്ങുകയാണ്. ആ നിലയ്ക്ക് BJP ആ പിന്താങ്ങുന്ന പ്രക്രിയയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നില്ല. എന്തൊക്കെ ബഹളമായിരുന്നു. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും തരത്തിൽ പിന്മാറുന്നതായി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം നേടും വരെ കർമ്മസമിതി മുന്നോട്ട് പോകും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. BJP സ്വാഭാവികമായിട്ടും ഘട്ടം ഘട്ടമായി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ പോവുകയാണ്. സമരത്തിൽ നിന്ന് തടിയൂരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ആളെ കിട്ടണ്ടേ. സമരത്തിന് പോയവരൊക്കെ ഇപ്പോൾ ജാമ്യം കിട്ടാതെ അകത്ത് കിടപ്പാണ്. ആ കെ സുരേന്ദ്രൻജിയുടെ ഒക്കെ കാര്യം കൂടി കണ്ടപ്പോൾ അണികൾക്ക് ശരിക്കും മനസ്സിലായി. ഇപ്പോൾ ഒറ്റൊരുത്തനും ആ വഴി വരുന്നില്ല. പിന്നെങ്ങനെ സമരം നടത്തും? പിള്ളച്ചേട്ടന് വെറുതെ ആഹ്വാനം മാത്രം ചെയ്താൽ മതിയല്ലോ. തല്ലുകൊള്ളാൻ അണികളല്ലേ ഉള്ളൂ. അതിന് ഞങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് സുരേന്ദ്രനെ പോലുള്ള ആളുകളെയൊക്കെ അനാവശ്യമായി കള്ളക്കേസുകൾ കുടുക്കി ദ്രോഹിക്കുന്നത്. അപ്പോൾ ഈ ദ്രോഹ നിലപാടിന് മുമ്പിൽ മുട്ടുമടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിലൊക്കെ ശക്തമായ നിലയ്ക്ക് തന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രൻ്റെ പേരിലുള്ള കള്ളക്കേസുകൾ പിൻവലിക്കണം. അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ പുറത്തു വരേണ്ട സാഹചര്യം ഉണ്ടാവണം. ഇത്തരത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള നിലപാടാണ് BJP സ്വീകരിച്ചിട്ടുള്ളത്. BJP പിന്മാറുന്നു എന്നുള്ള ആരോപണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ആ BJP-യുടെ സമരതലങ്ങൾ കൂടുതൽ വ്യാപിക്കുകയാണ്. PC ജോർജിൻ്റെയും മറ്റും വരവ് അതാണ് തെളിയിക്കുന്നത്. കൂടുതൽ ആളുകൾ ഈ ആശയത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ധാർമ്മികമായ കാര്യങ്ങളിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ശബരിമല സമരം കത്തിച്ച് തന്നെ നിർത്തണം എന്നാണ് പിള്ളസാറിനോട് അമിത്ഷാജി കൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അമിത്ഷാജിക്ക് വല്ലതും അറിയണോ പിള്ളസാറിൻ്റെ കഷ്ടപ്പാട്? ആളെ കിട്ടാതെ എങ്ങനെ കത്തിച്ച് നിർത്തും? എന്തായാലും അമിത്ഷാജിയും പിള്ളസാറും കൂടി ശബരിമലയിൽ പയറ്റാനിരുന്നത് അവർക്ക് തന്നെ പാരയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓരോ സമരം പൊളിയുമ്പോഴും മറ്റൊന്ന് ചെയ്യുക എന്നതാണ് പരിപാടി. പിള്ളസാറിൻ്റെ നിലപാട് പോലെ തന്നെ പലപ്പോഴായി പല സമരങ്ങൾ. സുവർണാവസരം പ്രയോജനപ്പെടുത്തി പിള്ളസാർ ആ കെ സുരേന്ദ്രൻജിയെ കഷ്ടപ്പെട്ട് അഴിയിലാക്കി. ഇപ്പോൾ ആ പാവം AN രാധാകൃഷ്ണനെ നിരാഹാരം കിടത്തി ഒരു പരവുമാക്കാനാണ് പരിപാടി. BJP നടത്തി വരുന്ന സമരം അതിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് സമരപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടി നേതൃയോഗം തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 3-ാം തീയതി മുതൽ BJP സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിരാഹാര സമരം തുടരുകയാണ്. നിരാഹാരം കിടക്കണം. എന്റെ അഭിപ്രായം നിങ്ങൾ മാനിക്കുമെങ്കിൽ PS തന്നെ കിടക്കണം. നീലകണ്ഠം പറഞ്ഞത് പോയിന്റാണ്. പാർട്ടി നേതൃത്വം യുവജന വിഭാഗത്തിന് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുന്നില്ല എന്നൊരു ആരോപണം വ്യാപകമായിട്ടുണ്ട്. പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനത് തിരുത്തുകയാണ്. യുവജനങ്ങളുടെ പ്രിയങ്കരനായ PS ആണ് നിരാഹാരവ്രതം കിടക്കാൻ ഏറ്റവും പറ്റിയ ആൾ. ആ നിരാഹാര സമരത്തിൽ 4 ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരാഹാര സമരത്തിൽ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ AN രാധാകൃഷ്ണൻ 3-ാം തീയതി മുതൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുമ്പ് നിരാഹാരം നടക്കും. BJP സമരത്തിൽ നിന്ന് പിന്മാറുന്നു എന്നറിഞ്ഞ അണികളുടെയും കെ സുരേന്ദ്രൻ്റെയും കാര്യമാണ് കഷ്ടമായത്. ഇത്രയും നാള് തല്ലും കൊണ്ട് കേസിലും പെട്ടത് മിച്ചം. പിള്ളച്ചേട്ടന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ. പിള്ളസാറിൻ്റെ മിനിറ്റ് വെച്ചുള്ള നിലപാട് മാറ്റത്തിൽ ആകർഷനായ PC ജോർജ് NDA-യുമായി ചേരാൻ പോവുകയാണത്രേ. ഞങ്ങൾക്ക് പറ്റിയ ഒരാളെ തന്നെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് NDA നേതാക്കൾ.
എന്നാ ഒത്തൊരുമി. നന്നായി ജോലി ചെയ്യാൻ അറിയാവുന്ന എനിക്ക് സാർ ഒരു ജോലി തരണം. ചോറും കറിയും തെക്കൻ സ്റ്റൈൽ, വടക്കൻ സ്റ്റൈൽ, മധ്യകേരളം സ്റ്റൈൽ എല്ലാം നന്നായി ചെയ്യും സാർ. കൂലി തന്നില്ലെങ്കിലും പ്രശ്നമല്ല സാർ. NDA സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, NDA ഇപ്പോൾ PC അദ്ദേഹം മാത്രമല്ല പല LDFിലും UDFിലും ഒക്കെയുള്ള പല ആളുകളും വരാനുള്ള സാഹചര്യമുണ്ട്. കൊള്ളാവുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ മുന്നണിയിലേക്ക് NDA മുന്നണിയിലേക്ക് വന്നാൽ തീർച്ചയായും സ്വീകരിക്കുകയും ചെയ്യും. ഏത് വേഷവും ചെയ്യും സാർ. കോമഡി, വില്ലൻ, എന്തും ചെയ്യാന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. അഭിനയം നാച്ചുറൽ ആയിരിക്കും. നാച്ചുറൽ ആവാം സാർ. സാർ നോക്കിക്കോളൂ. ഏതായാലും ഈ പടത്തിൽ നിങ്ങൾക്ക് പറ്റിയ വേഷമൊന്നുമില്ല. അങ്ങനെ പറയരുത് സാർ. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വേഷം തരണം. എങ്ങനെയെങ്കിലും ഒരു വേഷം തരുന്നത് എങ്ങനെയാ? അതിന് കഴിവുണ്ടാവണം. മിനിറ്റിന് നിലപാട് മാറ്റുന്ന കാര്യത്തിൽ പിള്ളച്ചേട്ടനെ തോൽപ്പിക്കാനുള്ള കഴിവുള്ളയാളാണല്ലോ PC. എത്രയെത്ര മുന്നണികളിൽ പോയി, എത്രയെത്ര പാർട്ടികളിൽ പോയി, അവസാനം പറ്റിയ ഇടത്ത് തന്നെ എത്തിപ്പെട്ടു. ഇല്ല, അങ്ങനെ ചർച്ചകൾ അതിപ്പം വ്യക്തമാക്കാൻ കഴിയില്ലല്ലോ. കാരണം ഇപ്പം ഇത് 3 മുന്നണികളാണ് ഇന്ന് കേരളത്തിലുള്ളത്. കാര്യം പഴയ NDAയുടെ ഒരു അവസ്ഥയല്ല ഇന്ന് NDAയുടെ അവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. വരാൻ വേണ്ടി പോകുന്ന ഇലക്ഷനിൽ NDAയുടെ പ്രാധാന്യം വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുകയും LDFിലും UDFിലും ഒന്നും സഹകരിച്ച് പോകാൻ കഴിയാത്ത പല കക്ഷികളും ഉള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ അവരൊക്കെ തീർച്ചയായും NDAയിലേക്ക് വരും. അത് വരും ദിവസങ്ങളിൽ കാണാൻ വേണ്ടി പോകുന്ന കാര്യം ഞാൻ ഇപ്പം പറയുന്നത് ശരിയല്ലല്ലോ. നോക്ക്, നിനക്ക് സുന്ദരമായ ഒരു മുഖമുണ്ട്, താഴോട്ട് നല്ല ഏരിയയും ഉണ്ട്. ഇത് ഉപയോഗിച്ച് ഞാനത് ക്യാഷാക്കി തരാം. ഒരു കള്ളന്റെ ഏറ്റവും വലിയ ശാപം അവന്റെ രൂപമാണ്. വളരെ ശരിയാണ്. ഈ പിത്തകാരികളൊക്കെ മുഖം കണ്ടോ? ചൊറിയണം വെട്ടി അടിക്കാൻ തോന്നും. മുഖത്തുണ്ട് കള്ള ലക്ഷണം. പക്ഷെ നിന്റേത് അങ്ങനെയല്ല, സുന്ദരമായ മുഖമല്ലേ. നീ ഒന്നുകൂടി സ്റ്റൈലിഷ് ആയാൽ കള്ളന്മാരുടെ കിങ്ങാവാം. അത് തീർച്ചയായും നേട്ടം ഉണ്ടാവും. അത് പല ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആരൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു തീരുമാനങ്ങളാകണമെന്നില്ല. കുറച്ചുകൂടി സമയങ്ങളെടുക്കാം. പക്ഷേ പല ആളുകളും ഇതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. അവർ വരുന്ന ആളുകളെ അവരുടെ കൊള്ളാവുന്ന ആളുകളാണ് തീർച്ചയായും NDAയിലേക്ക് എടുക്കും. ഞാൻ അവന്റെ ഇവിടുത്തെ പുതിയ വേലക്കാരനാ തങ്കപ്പൻ. ആ പാടെ ഒരു പിശാചിനെ പോലെ ഉണ്ടല്ലോ. ആഴ്ചക്ക് അശ്രീകരാണെങ്കിലും ഒരുവിധം പണിയൊക്കെ ചെയ്യും. ഒരുത്തനെ വിശ്വസിക്കാൻ വയ്യാത്ത കാലമാ. വല്ലതും കട്ടോണ്ട് പോയാലോ? എങ്കിലും അവന്റെ അധോഗതിയായിരിക്കും. കേരള കോൺഗ്രസിൽ പോയി തിരിച്ചു വന്ന പോലെ BJPയിൽ പോയി തിരിച്ചു വരുമോ PC? അങ്ങനെയൊന്നും പറ്റില്ല. ആ തുഷാർജിയുടെ പാർട്ടിയുടെ കാര്യം തന്നെ കണ്ടില്ലേ, പെട്ടാൽ പെട്ടതാ, പിന്നൊരു മോചനം ഇല്ല. NDA സംബന്ധിച്ചിടത്തോളം ഇത് കേരള കോൺഗ്രസിൽ അദ്ദേഹം പോയതും തിരിച്ചു വന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം NDA വരുന്നുണ്ട്. NDA ഒരു ഘടകകക്ഷിയായി മാത്രമേ അദ്ദേഹത്തിന് വരാൻ കഴിയുമല്ല. NDAയുടെ ഇപ്പം BDJSലോ അല്ലെങ്കിൽ BJPയിലേക്കോ ലയിച്ചുകൊണ്ടല്ല അദ്ദേഹം വരാമെന്ന് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇപ്പം ശബരിമല വിഷയം ഉൾപ്പെടെ അവർക്ക് അദ്ദേഹത്തിന് ഈ പറയുന്ന LDFും UDFുമായി സഹകരിച്ച് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം NDAയിലേക്ക് സഹകരിക്കാൻ തയ്യാറായാൽ അപ്പം ആലോചിച്ച് തീരുമാനങ്ങളെടുക്കും. അതിപ്പോൾ അദ്ദേഹം മാത്രമല്ല, പല പാർട്ടികളും നമുക്കറിയാമല്ലോ, കേരളത്തിലുള്ള LDFിലും UDFിലും നിൽക്കുന്ന പല പാർട്ടികളും അസംതൃപ്തരാണ്. അവരൊക്കെ തന്നെ ഇന്ന് NDAയുടെ നിലപാടുകളും അതുപോലെ തന്നെ NDAയുടെ പ്രസക്തിയും കേരളത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് പല ആളുകളും വരാൻ തയ്യാറാകും. ആ തയ്യാറാകുന്ന ആളുകളെ തീർച്ചയായും അത് NDAയുടെ കമ്മിറ്റി കൂടി തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. അവനെ പറഞ്ഞുവിട്. പോക്ക് കേസാ. ചിത്തിര നക്ഷത്രം, അക്കുടി നാശം, സ്ഥാനഭ്രംശ, ധനക്ഷയം, അഖില ശരീര അസ്വാസ്ഥ്യ, ദുഃഖാന്തിത. താൻ തന്നെ പാട് നോക്ക്, ഒരു കുഴപ്പമില്ല. നീ ഒന്നേ, നീ അവന്റെ ചെവി ശ്രദ്ധിച്ചോ? ആന ചെവിയാണ്, അതായത് കൃത്യബോധവിഹീനൻ. നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, ഗജ ഫ്രോഡ്. അത് ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാം സാറ് നോക്കിക്കൊണ്ടാ മതി. തൽക്കാലം അവനൊന്ന് പണി ചെയ്ത് തുടങ്ങട്ടെ. പിന്നൊരു കാര്യം, അവന്റെ 2 കൈകളും ഒന്ന് സൂക്ഷിച്ചു. അതെന്താ? അവന്റെ കയ്യിലിരിപ്പ് അങ്ങനെ. നിയമസഭാ സമ്മേളനം 3-ാം ദിവസത്തിലേക്ക് കടന്നിട്ടും പ്രതിപക്ഷത്തിന് ശബരിമല വിട്ടൊരു കളിയില്ല. നാട്ടിൽ വേറൊരു പ്രശ്നവും ചെന്നിത്തലാജിക്കും സംഘത്തിനും പറയാനില്ല. ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ശ്രദ്ധയിൽ ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ വരുന്ന കോടിക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ശബരിമലയിൽ വന്നു കഴിഞ്ഞാൽ യാതൊരു സൗകര്യവുമില്ല എന്നുള്ള പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോട്ടയം മെമ്പർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യോത്തരവേള റദ്ദ് ചെയ്തുകൊണ്ട് ആ വിഷയം ഇവിടെ അവതരിപ്പിക്കാനും അത് ചർച്ചയ്ക്കെടുക്കണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം ബഹുമാനപൂർവ്വം ഞാൻ സ്പീക്കറുടെ മുമ്പിൽ വെക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഈ ചർവിത ചർവണം പോലെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആർക്കായാലും ബോറടിച്ചു പോകില്ലേ. അതുകൊണ്ട് ഈ ബോറടി പരിപാടി പറ്റില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു മുഖ്യൻ. സർ, ഈ പ്രശ്നമടക്കം ഇന്നലെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ശിവകുമാർ ഉന്നയിക്കുമ്പോൾ തന്നെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നവും ഉന്നയിച്ചിരുന്നു. ഞാൻ മറുപടി പറയുമ്പോൾ ആ ഭാഗവും കൂടി ഉൾപ്പെടുത്തിയാണ് മറുപടി പറഞ്ഞത്. ഇതിൽ അത് വിശദമായി ഈ സഭയിൽ വന്നു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അതൊരു അടിയന്തര പ്രമേയം തന്നെ അനുവദിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ഇപ്പോൾ സഭ നിർത്തി, ഇപ്പോൾ ക്വസ്റ്റ്യൻ അവർ റദ്ദ് ചെയ്തുകൊണ്ട് അത്തരമൊരു വിഷയത്തിലേക്ക് കടക്കേണ്ടതുമില്ല. അല്ല, ചോദ്യോത്തര വേള ശ്രീ തിരുവഞ്ചൂർ ഡിബേറ്റ് ഇല്ല. അങ്ങ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യോത്തര വേള പലതരത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരു അവസരമാണ്. അത് റദ്ദ് ചെയ്തുകൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്
പ്രായോഗികമല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ദയവായിട്ടത് മനസ്സിലാക്കണം. ചോദ്യോത്തരവേള റദ്ദ് ചെയ്യുന്നത് പ്രായോഗികമല്ല. ഈ വിഷയം ഇന്നലെ ഏതാണ്ട് മണിക്കൂറുകൾ ഇവിടെ സംസാരിച്ചതാണ്. റൂൾ 50 എടുക്കുന്ന സമയത്താണ് ഉന്നയിക്കുന്നത്. ചോദ്യോത്തരവേള റദ്ദ് ചെയ്തുകൊണ്ട് എടുക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രായോഗികമല്ല. ജനങ്ങളുടെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ്, ഒരു സന്ദർഭമാണ് ചോദ്യോത്തരവേള. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കാൻ സാധ്യമല്ല. ദയവായിട്ട് അതിന് നിർബന്ധിക്കരുത്. അത് ശരിയല്ല. ചോദ്യോത്തരവേള പലതരം പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരം, അത് കഴിയില്ല. ദയവായിട്ട് അങ്ങ് ആവശ്യപ്പെടരുത്. ശബരിമല കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ സഭയിൽ ഇരിക്കാൻ താല്പര്യമില്ല പോലും പ്രതിപക്ഷത്തിന്. ഉടനെ ഇറങ്ങിപ്പോയി മുദ്രാവാക്യം വിളി തുടങ്ങി. ദൈവമില്ല സിപിഎമ്മിന്, ദൈവമില്ല സിപിഎമ്മിന്, ദൈവമില്ല സിപിഎമ്മിന്, ദൈവമില്ല സിപിഎമ്മിന്. ശരണം സംഖ്യകളാണോ മുഖ്യ, ശരണം സംഖ്യകളാണോ മുഖ്യ, ശരണം സംഖ്യകളാണോ മുഖ്യ, ശരണം സംഖ്യകളാണോ മുഖ്യ. വിശ്വാസികളുടെ പുണ്യമല, വിശ്വാസികളുടെ പുണ്യമല, വിശ്വാസികളുടെ പുണ്യമല, വിശ്വാസികളുടെ പുണ്യമല. ശരണം തേടും ശബരിമല, ശരണം തേടും ശബരിമല, ശരണം തേടും ശബരിമല, ശരണം തേടും ശബരിമല. ആർഎസ്എസിനും പോലീസിനും, ആർഎസ്എസിനും പോലീസിനും, ആർഎസ്എസിനും പോലീസിനും, ആർഎസ്എസിനും പോലീസിനും വിട്ടുകൊടുക്കാൻ പാടില്ല, വിട്ടുകൊടുക്കാൻ പാടില്ല, വിട്ടുകൊടുക്കാൻ പാടില്ല, വിട്ടുകൊടുക്കാൻ പാടില്ല. പുളിമുറിയില്ല കക്കൂസില്ല, പുളിമുറിയില്ല കക്കൂസില്ല, പുളിമുറിയില്ല കക്കൂസില്ല, പുളിമുറിയില്ല കക്കൂസില്ല. ഫോണില്ല വെളിച്ചമില്ല, ഫോണില്ല വെളിച്ചമില്ല, വിരിവിരിക്കാൻ ഇടമില്ല, വിരിവെക്കാൻ ഇടമില്ല, വിരിവെക്കാനായി ഇടമില്ല, വിരിവെക്കാനായി ഇടമില്ല, വിരിവെക്കാനായി ഇടമില്ല, വിരിവെക്കാനായി ഇടമില്ല. ശബരിമലയിൽ ആള് കുറഞ്ഞത് അവിടെ പോലീസ് ഉണ്ടായിട്ടാണത്രേ. അവിടെ പോലീസ് ഉള്ളത് മാത്രമാണ് ചെന്നിത്തലാജിയുടെ ദണ്ണം. 5.5 കോടി തീർത്ഥാടകർ വരേണ്ട ശബരിമലയിൽ ഓരോ ആളുകളില്ലാതെ, ഭക്തന്മാർ വരാതെ വിജനമായി കിടക്കുന്നതാണ് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിന്റെ പിടിപ്പുകേടും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അനാവശ്യമായ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചതും BJP RSS നടത്തുന്ന അനാവശ്യ സമരങ്ങളുമാണ് ശബരിമലയിലെ തീർത്ഥാടകർക്ക് വരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. തിരുവഞ്ചൂർ സാറിനാണെങ്കിൽ വൻ കലിപ്പാണ്. എവിടെയോ കിടന്ന ഫോട്ടോഷോപ്പ് ഫോട്ടോവും പിടിച്ചാണ് സാറിന്റെ വാഗ്ധോരണി. പുറകുവശത്ത് കാണുന്ന ചിത്രം പന്നികൾ വിഹരിക്കുന്നതാണ്. അതിനു മുമ്പിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ചിത്രം ഈ നിയമസഭയിൽ സ്വാഭാവികമായിട്ട് കാണിക്കേണ്ടി വരില്ലേ? ഈ ഗവൺമെന്റ് എന്താ പറയാനുള്ളത്? എല്ലാം ഭദ്രമെന്ന് പറയുമ്പോൾ പന്നിക്കൂട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു ശബരിമല ഭക്തന്റെ പടത്തെക്കുറിച്ച് ഈ ഗവൺമെന്റ് എന്തെങ്കിലും പറയാനുണ്ടാവട്ടെ. വാട്സാപ്പിൽ നിന്ന് കിട്ടിയതാണ് എന്ന് തുറന്നു പറഞ്ഞ തിരുവഞ്ചൂർ സാറിന് അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതവിടെ നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ചിത്രം ഇതെവിടെ ഇന്നലെ രാത്രി 11:30 മണിക്ക് ഞങ്ങൾ ഇവിടെ ഫോട്ടോ എടുത്ത് അതിന്റെ വാട്സാപ്പിൽ വന്നിട്ടുള്ള ചിത്രമാണിത്. ഇതൊന്നും കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് ഞാൻ ധരിക്കുന്നില്ല. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ട്. ഈ പോലീസുകാർക്ക് അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല എന്നറിഞ്ഞിട്ടുണ്ട്. പാവം ചെന്നിത്തലാജിയും സംഘവും സഭയിൽ എന്തുമാത്രം തൊണ്ട വറ്റിക്കുന്നു, ആര് കേൾക്കാൻ? പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമിച്ചതാണ്. പക്ഷേ സ്പീക്കർ അനുവദിക്കുന്നില്ല. എന്തു ഞാൻ ചോദിക്കട്ടെ, അടിയന്തര പ്രമേയം റൂൾ 50 അനുസരിച്ച് നോട്ടീസ് കൊടുത്താൽ ആ നോട്ടീസിനകത്തെ നിബന്ധന ഓരോ പോയിന്റിനെ കുറിച്ച് മാത്രം സംസാരിക്കണമെന്ന്. ഇന്നലെ ഒരു പോയിന്റിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണല്ലോ ശിവകുമാറിന്റെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി പറഞ്ഞത്. അതിനേക്കാൾ വ്യത്യസ്തമായ മറ്റൊരു കാര്യം, അവിടെ ഭക്തന്മാരായ ആളുകൾക്ക് യാതൊരു നിവൃത്തിയുമില്ല, താമസ സൗകര്യമില്ല, കുടിവെള്ളമില്ല, ശൗചാലയമില്ല, അവർക്ക് ഒരു നിവൃത്തിയുമില്ല. ശബരിമലയിൽ സുരക്ഷ ഏർപ്പെടുത്തുന്നതാണ് പ്രതിപക്ഷത്തിന് പ്രശ്നം. തിരുവഞ്ചൂർ സാർ ഫോട്ടോഷോപ്പ് ചിത്രങ്ങൾ കാണിക്കുമ്പോൾ ഒറിജിനൽ ചിത്രങ്ങൾ കാണിച്ചാണ് കടകംപള്ളിയുടെ അടവുകൾ. ഇപ്പോൾ ഇവരുടെ തന്ത്രം എന്ന് പറയുന്നതാണ് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവരുടെ തന്ത്രം, BJPയുടെ തന്ത്രം എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ട് വാറിൽ അവർ പരാജയപ്പെട്ടു. ഗ്രൗണ്ട് വാറാണ് അവർ ആദ്യം പ്ലാൻ ചെയ്തത്. അത് നിലയ്ക്കലിൽ കണ്ടില്ലേ? നിങ്ങളുടെ ഒരു സഹപ്രവർത്തകർ നിൽക്കുന്ന കാഴ്ച കണ്ടോ? നിങ്ങളിപ്പോൾ അതൊന്നും ഓർമ്മിക്കുന്നുണ്ടാവില്ല. പൂജാ പ്രസന്ന മറ്റേ കുത്തബുദ്ദീൻ നിന്നതിന് ശേഷം ഞാൻ ഇങ്ങനൊരു കാഴ്ച
ആദ്യമായിട്ടാണ് പിന്നെ കണ്ടത്. ഇത് നിങ്ങളുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിയാണ് നിൽക്കുന്ന കണ്ടോ, തൊഴുത് നിൽക്കുകയാണ്, ജീവൻ യാചിച്ച് നിൽക്കുകയാണ്. സംഘപരിവാരം സമാധാനപരമായി നിലയ്ക്കലിൽ നടത്തിയ കലാപം തിരുവഞ്ചൂർ സാർ കണ്ടിട്ടേയില്ല. ചെറിയ വടിയുമായിട്ട് നിൽക്കുന്നതാണ്, വളരെ ചെറിയ വടിയായിട്ട് കാണുന്നില്ലേ? അതെ, നമ്മുടെ BJP സ്നേഹിതന്മാർ വളരെ സമാധാനപരമായി വളരെ സാഹോദര്യത്തോടും സ്നേഹത്തോടും കൂടി ഇങ്ങനെ ശരണമന്ത്രം ഉരുവിട്ട് നിൽക്കുകയാണ്. ഇതെവിടെയെന്നറിയോ? ഇത് പമ്പയിൽ നിന്ന് 22 കിലോമീറ്ററിനപ്പുറം നിലയ്ക്കല്ല. അവിടെയാണ് ഈ ചെറിയ പെൺകുട്ടിയെ അവൾ സഞ്ചരിച്ചിരുന്നതായിട്ടുള്ള കാറിൽ നിന്നും പിടിച്ചിറക്കി. ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചെന്ന് പെട്ടാൽ മനസ്സിലാവും. ആ പെൺകുട്ടിയുടെ കാര്യം പോട്ടെ, ഇത് നിങ്ങളുടെ തന്നെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടി അടിച്ചു വിളിച്ചതാണ്, മലയാളിയുടെ. അടവുകൾ ഓരോന്നും തെറ്റുമ്പോൾ പുതിയത് കൊണ്ടുവരും. ഏറ്റവും പുതിയത് സൈക്കിൾ ഓടിക്കൽ മൂവാണ്. അപ്പോൾ ഈ വാറായിരുന്നു അവർ പ്ലാൻ ചെയ്തത്. ഈ വാറിൽ ഇപ്പോൾ അവർ പരാജയപ്പെട്ടു. അപ്പോൾ പരാജയപ്പെട്ടപ്പോൾ ഇപ്പം എന്താ പരിപാടി? ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ വാറാണ്, പുതിയ തന്ത്രമാണ്. AB നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ, B പദ്ധതി. അതിൽ ഈ C പദ്ധതിയാണ് സൈക്കോളജിക്കൽ വാർ. മാനസികമായിട്ട് തകർക്കുക. സൈക്കോളജിക്കൽ വാർ C ഇപ്പോൾ എടുത്തിരിക്കുക BJP. Aയും Bയും പൊളിഞ്ഞപ്പോൾ ഇനിയുള്ളത് AN രാധാകൃഷ്ണനിട്ടാണ്. രാധാകൃഷ്ണൻജിക്ക് കേട്ട് ധൃതംഗ പുളകിതനാകാനുള്ളതാണ്. BJPയുടെ സംസ്ഥാന സെക്രട്ടറി രാധാകൃഷ്ണനാണ് ഈ പൊൻ രാധാകൃഷ്ണനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നത്. നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ പണ്ട് കാലത്ത് ലോവർ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ വല്ല വഴക്കുണ്ടായാൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടനെ വിളിച്ചുകൊണ്ട് വരും ഈ 1ാം ക്ലാസ്സുകാരനെ കൈകാര്യം ചെയ്യാനായിട്ട്. 4ാം ക്ലാസ്സുകാരൻ ചേട്ടൻ അവിടെ ഉണ്ടാവും. ഇന്റർവെൽ സമയത്ത് അവനെ വിളിച്ചുകൊണ്ട് വന്ന് 1ാം ക്ലാസ്സുകാരനെ വരട്ടുന്ന ഒരു രീതിയുണ്ട്. ആ മട്ടില ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ചവിട്ടിക്കൂട്ടിയെടുത്ത് കടലിലേക്ക് ഇടും എന്ന് പറഞ്ഞ വിവരദോഷിയായിട്ടുള്ള രാധാകൃഷ്ണൻ ആദരണീയനായിട്ടുള്ള കേന്ദ്രമന്ത്രിയെ അവിടെ വിളിച്ചുകൊണ്ട് വന്ന്